ഇവിടെ നിന്നാണ് എലിവിഴപ്പൂഞ്ചിരിയുടെ തുടക്കം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വണ്ടിയൊക്കെ നമ്മൾ താഴെ ഇട്ടിട്ട് വേണം വരാൻ. ഇവിടെ വലിയൊരു ടവറുണ്ട്. തൊട്ട് താഴെ ഒരു ആന വണ്ടി കിടപ്പുണ്ട് കേട്ടോ. അത് ഉല്ലാസയാത്ര വണ്ടിയാണ്. ഇത് ഈ കയറിപ്പോകുന്ന ജീപ്പാണ് ഇവിടുത്തെ ഓഫ് റോഡിങ് ജീപ്പുകൾ. ഇതിൽ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഏകദേശം ഒരു നടുവശം വരെ നമുക്ക് നടക്കാതെ ഇതേ കയറി മേളിൽ ചെല്ലാൻ പറ്റും കേട്ടോ. നമ്മളിപ്പോൾ തുടക്കമായതേ ഉള്ളൂ. അവിടെ നിന്നുള്ള ഈ ചുറ്റുമുള്ളൊരു വ്യൂ ആണ് ആദ്യത്തേത്. ഭയങ്കര രസമായിരുന്നു. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ചുറ്റുമുള്ള പ്രത്യേക ഭംഗിയാണ്. നമുക്കത് പറയാൻ പറ്റത്തില്ല. ക്യാമറയിൽ എന്തോരം കാണാൻ പറ്റുമെന്ന് നമുക്കറിയത്തില്ല. ഇത് ഇപ്പം മേളിൽ പോയ ജീപ്പ് തിരിച്ചിറങ്ങി വരുന്നതാണത്. ആളൊന്നുമില്ല. ഇത് വേറൊരു വണ്ടിയൊക്കെ ഉണ്ടോ, നിറച്ചു ആളെയും വെച്ചിട്ട് കയറിക്കൊണ്ട് പോകുന്നുണ്ടോ. നടക്കാൻ മടിയുള്ളവരാണ് കൂടുതൽ അത് കയറി പോകുന്നത് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇവിടെ തൊട്ട് നടന്നാലേ ആ വ്യൂ എല്ലാം കറക്റ്റായിട്ട് നമുക്കത് ആസ്വദിച്ച് കയറി പോകാൻ പറ്റുള്ളൂ. കണ്ടോ, നമ്മൾ ഇച്ചിരി കൂടെ തൊട്ട് മേളിൽ തന്നെ കയറിയപ്പോൾ തന്നെ വേറൊരു വ്യൂ കിട്ടി. സത്യം പറഞ്ഞാൽ ഓഫ് റോഡിങ് വണ്ടികൾക്ക് ഏറ്റവും പാടുള്ള സമയം എന്ന് പറഞ്ഞാൽ ഇവിടം തൊട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടം തൊട്ട് ഞാനിപ്പോൾ ഈ നടന്ന് കയറി പോകുന്നിടത്ത് അത്രയും വലിയ പ്രശ്നമില്ല. ഇവിടം തൊട്ടാണ് ഭയങ്കര ഉരുളങ്കല്ല് കിടക്കുന്നത്. വേണ്ട, ആ വണ്ടി ഇറങ്ങി വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അവിടെ നിന്ന് ഇച്ചിരി വെള്ളോട്ട് കയറിയപ്പം കിട്ടിയ വേറൊരു വ്യൂ ആണ്. ഇതേ കണ്ട, നല്ല കയറ്റമാണ്. നമുക്കത് ഈ ക്യാമറയിൽ നിന്ന് മനസ്സിലാകത്തില്ലെന്നേ ഉള്ളൂ കേട്ടോ. നല്ല കയറ്റമാണ്. കല്ല് കണ്ടാ എന്ത് വലിപ്പമുള്ള കല്ലാണ്. ദിവസവും ആ വണ്ടികളൊക്കെ കയറി ഉണ്ടല്ലോ, ഇത് പിന്നെയും ഇളകി ഇങ്ങനെ ആയതായിരിക്കും. രണ്ട് സൈഡിലും പുല്ലും, അത് തന്നെ കാണാൻ വേറൊരു ഭംഗിയാണ്. ഈ പൊളിഞ്ഞ് കിടക്കുന്ന ഇങ്ങനെ റോഡും അപ്പുറത്തും ഇപ്പുറത്തും പച്ചപ്പറന്ന പുല്ലും അടിപൊളി. ഈ താഴേന്ന് 2 വണ്ടി കയറി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും മാറി നിൽക്കുവാണ്. നല്ല സ്പീഡിലാണ് കയറി മേലോട്ട് പോകുന്നത്. കാരണം അങ്ങനെ കയറിപ്പോയാലേ മേലോട്ട് കയറിപ്പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ചവിട്ടി നിർത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ വണ്ടി പുറകോട്ട് വരുമായിരിക്കും. ഇത് അടുത്ത തൊട്ടുപുറം തന്നെ വേറൊരു വണ്ടി കയറി പോകുന്നുണ്ട്. അതിൽ നിറച്ചാണ് കേട്ടോ. അതിനകത്ത് ഇരിക്കുന്നവർ തന്നെ കുലുങ്ങുന്ന കാണുമ്പോൾ തന്നെ അറിയാം. ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതിനകത്ത് ഇരിക്കാൻ. ഇവിടെയൊക്കെ ഇച്ചിരി മണ്ണിട്ട് നിർത്തിയിട്ടുണ്ട്. ഇവിടെയൊക്കെ കയറിപ്പോകാൻ ഒത്തിരി പാടാതെ കൊണ്ടായിരിക്കും. കണ്ട ഉരുളങ്കല്ല് കണ്ട. ഇതിൻ്റെ മേളിൽ കൂടിയാണ് ആ വണ്ടി കയറി മേളിൽ പോയി ആളെ ഇറക്കിയിട്ട് വരുന്നത്. ഭയങ്കര തന്നെ. മാനം മുട്ടി നിൽക്കുന്ന പോലെ തോന്നും. ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അവിടെ നോക്കിയാൽ നമ്മൾ താഴെ നിന്ന് കയറി വന്ന വഴി കാണാം. അങ്ങ് താഴെ കണ്ട റോഡ്, അതിലെയാണ് നമ്മൾ എലിവിഴപ്പൂഞ്ചിരിയുടെ എൻട്രി പോയിന്റിലോട്ട് വണ്ടിയും കൊണ്ട് വരുന്നത്. ഭയങ്കര തന്നെ. ഇവിടം വരെയുള്ളൂ ഓഫ് റോഡ് വണ്ടികൾക്കൊക്കെ പോകാൻ പറ്റുള്ളൂ കേട്ടോ. ഇതൊരു നടുവശം വരെ ചെല്ലാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെയും നടക്കണം. ഈ വണ്ടി വന്നവർ മൊത്തം ഇറങ്ങി നടക്കുവാണ്. ഈ വണ്ടികൾ വെയിറ്റ് ചെയ്യും അവർ വരുന്നവരെ. നടന്ന് കയറിയവർ കുറച്ചൊക്കെ കണ്ട മടുത്തിട്ട് നിൽക്കുന്ന കണ്ട. പിന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടൊന്നും തോന്നില്ല. നല്ല കാഴ്ചകളൊക്കെ കണ്ട് നിൽക്കാമല്ലോ. താഴെയാണെങ്കിൽ തൊടുപുഴയുടെയൊക്കെ ആ വെള്ളം കയറി കിടക്കുന്ന ഒരു വ്യൂ കാണാം. അത് ശരിക്കും കാണാൻ മേളിൽ ചെല്ലണം. ഇടി പിടിക്കുന്ന സംഭവങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. വിജനമായ സ്ഥലമാണല്ലോ. ഇവിടെ നിന്ന് കുറച്ചും കൂടെ കാണാൻ തോന്നുന്നു. ഇല്ല, എന്നാലും കുറച്ചും കൂടെ മേളിലോട്ട് കയറിയാലേ കറക്റ്റ് ആ വ്യൂ നമുക്ക് കിട്ടുള്ളൂ. ഇവിടെ വന്നു കഴിയുമ്പോൾ ഇച്ചിരി നിരപ്പുണ്ട് കേട്ടോ. അത്രയും കയറ്റത്തൊന്നൊരു റിലാക്സേഷൻ ഇവിടെയാണ്. കയറി വരുമ്പോൾ തന്നെ ഒരു വയർലെസ് സ്റ്റേഷൻ്റെയൊക്കെ അവിടെയോട്ട് എൻട്രി ഇല്ല, പുറത്തുനിന്ന് കാണാനേ പറ്റുള്ളൂ. ഇതാണ് ആ സിനിമ ഷൂട്ടിങ് നടന്ന സ്ഥലം. പക്ഷെ ഇതെല്ലാം നശിച്ചു തുരുമ്പെടുത്ത്. ഇതൊക്കെ ഒന്ന് ചെറുതായിട്ട് പെയിൻറ്റ് ചെയ്ത് വെക്കുവാണെങ്കിൽ അടിപൊളിയായിരുന്നു. എല്ലാവരും വന്ന് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട് ആ സിനിമ കണ്ടിട്ട്. ആകമൊക്കെ മൊത്തം നശിച്ച് കിടക്കുകയാണ്. ഈ കാറ്റാടിയൊക്കെ കണ്ട തുരുമ്പെടുത്ത് താഴെ പോയി കാട് പിടിച്ച്. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇതൊക്കെ കാണാൻ പറ്റുമോ അറിയത്തില്ല. ഇപ്പം തൊടുപുഴയുടെ ഒരു വമ്പം വ്യൂ കണ്ട, വെള്ളം കയറി കിടക്കുന്ന ഡാമാന്നേ തോന്നുള്ളൂ പെട്ടെന്ന് കണ്ട. ഡാമല്ലെന്ന് തോന്നുന്നു, വെള്ളം കയറി കിടക്കുന്ന ഒരു ഏരിയയാണ്. ആൾക്കാരെല്ലാം വന്ന് ഇവിടെ നിന്ന് റിലാക്സ് ചെയ്ത് പോകണം കേട്ടോ. സൂപ്പറല്ലേ ആ വ്യൂ കണ്ട. നമ്മൾ കയറി വന്നപ്പോൾ പാടായിരുന്നു. ഇപ്പോൾ ഇറങ്ങിപ്പോകാൻ എളുപ്പമായതുകൊണ്ട് ഇച്ചിരി സ്പീഡിയൊക്കെ നടക്കുവാണ് കേട്ടോ. ഇറങ്ങിപ്പോകുമ്പോഴും കാഴ്ചകൾക്കൊരു കുറവുമില്ല. എനിക്കൊന്ന് ആ മലയുടെ മേളിലൊക്കെ കോട കയറിയിട്ടുണ്ട്. ഇപ്പം വൈകുന്നേരമായല്ലോ, അപ്പം കോട ഇറങ്ങിയിട്ടുണ്ടാവും മലയുടെ മേളിൽ. മുട്ടി നിൽക്കുമെന്ന് തോന്നുള്ളൂ. മലയും ആകാശവും ഒരുപോലെ
അത്രയ്ക്ക് അസാധ്യമായ വ്യൂ ആണ്. ഇവിടെയാണ് ആ കമ്പി വെച്ചേക്കുന്നത്, അതുകൊണ്ടാണ് വണ്ടികളൊന്നും വെള്ളോട്ട് കയറി വരാത്തത്. കല്ല് കണ്ടോ? ഞങ്ങൾ താഴോട്ട് ഇറങ്ങി പോകുമ്പോൾ ഒത്തിരി വണ്ടികൾ പിന്നെയും വൈകുന്നേരം ടൈം ആയതുകൊണ്ട് ഒത്തിരി വണ്ടികൾ കയറി വരുന്നുണ്ട്. എല്ലാ വണ്ടിയും നിറച്ചും ആളാണെന്നുണ്ട്. നടന്നു പോകുന്നവരുണ്ട്, അല്ല ഈ വണ്ടിയിൽ അത്രയ്ക്ക് ആൾക്കാരുണ്ട്. ഇന്ന് അവധി ദിവസം കൂടി ആയതുകൊണ്ട്. എന്തായാലും സമ്മതിക്കണം ഇതിലെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാരെ. മേളിൽ നിന്ന് ഇറങ്ങി പോകുന്നു, താഴെ നിന്ന് കയറി വരുന്ന ഒരു ടൈമിംഗ് ആണ്. താഴെ നിന്ന് ഓൾറെഡി കേൾക്കുമ്പോൾ ഇവിടെ ഒതുക്കിയിടണം, അല്ലെങ്കിൽ വണ്ടി ബ്ലോക്ക് ആവും. ഇതേ കോട, നമ്മൾ നടന്നു വരുന്നിടത്ത് കോടയായിട്ടുണ്ട് ചെറിയ രീതിയിൽ. അപ്പുറത്തെ മലയിലാണ് നിറച്ചും കോട കയറിയിട്ടുള്ളത്. ഇതേ കണ്ട, ഇവിടെയാണ് ശരിക്കും ട്രാഫിക് ബ്ലോക്ക് വരുന്നൊരു സ്ഥലം. വൈകുന്നേരം ആയതുകൊണ്ട് വണ്ടികൾ ഒത്തിരി കൂടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് സമ്മതിച്ചു കൊടുക്കണം അവരെ കയറ്റിക്കൊണ്ട് പോകുന്നത്. അടിപൊളി ഉണ്ടോ? വണ്ടി ഇറങ്ങുമ്പോൾ ആ ടയർ തന്നെ ആ കല്ലിൻ്റെ മേളിൽ കൂടെ പോകുന്നത് കണ്ടെന്ന് നമുക്ക് തോന്നും. ഉരുളാൻ പറ്റാത്ത അത്രയും വലിയ കല്ലുകളാണ്. കണ്ട, കുലുങ്ങി കുലുങ്ങി പോകുന്ന കണ്ടോ? ഇവിടെ കുറച്ച് കടകളേ ഉള്ളൂ, ബാക്കിയുള്ള കടകൾ ആ കയറി വരുന്ന ഭാഗത്തേ ഉള്ളൂ. കാഴ്ചകൾക്കൊരു കുറവുമില്ല കേട്ടോ, എവിടെ നോക്കിയാലും. ഇത് ആരെയോ കാത്തു നിൽക്കുമെന്ന് തോന്നുന്നു, പാവം. നമ്മൾ പിന്നെ ഇതായിട്ട് ഇറങ്ങി. ഇവിടെ ഒന്നും അത്രയും വലിയ ഓഫ് റോഡ് ഇല്ല കേട്ടോ. ആ മേളിലോട്ട് കയറി പോകുന്നിടത്ത് ഭയങ്കര ഓഫ് റോഡ്. വീണ്ടും നമ്മളെ വയർലെസ്സിൻ്റെ അടിയിലെത്തി. പക്ഷേ ഇത് വയർലെസ് സ്റ്റേഷൻ്റെ എങ്ങാണ്ടാന്ന് തോന്നുന്നു, കാരണം ഫോണിനൊന്നും റേഞ്ച് ഇല്ല ഇതിൻ്റെ അടിയിൽ നിന്നാലും. ഇവിടം വരെയാണ് വണ്ടികൾക്കൊക്കെ വരാനും പറ്റുള്ളൂ. അതുകൊണ്ട് ഇവിടെ വണ്ടി ഒതുക്കിയിട്ട് ഇവിടെ നടന്നു പോകണം. കുഞ്ഞി കുഞ്ഞി കടകളൊക്കെ ഉണ്ട്, എല്ലാത്തരം ഭക്ഷണങ്ങളും കിട്ടും. മാഗി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടുന്നതാണ്. പിന്നെ ഇവിടെ വന്ന് ഈ തണുപ്പത്ത് ചൂട് ചായയൊക്കെ കുടിച്ച് ഒരു പഴംപൊരിയൊക്കെ തിന്നിരിക്കുന്നത് ഭയങ്കര രസമല്ലേ, അടിപൊളിയാണ്. ഈ രണ്ട് വശത്താണ് വണ്ടി ഒതുക്കുന്നത്. അവധി ദിവസങ്ങളിൽ ഭയങ്കര തിരക്കായതുകൊണ്ടാണ്. ഇട ദിവസങ്ങളൊക്കെ വന്നാൽ ഇത്രയും തിരക്ക് വരാൻ സാധ്യതയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടോ, രണ്ട് സൈഡിൽ വണ്ടി കിടക്കുന്നുണ്ടോ? നല്ല ഇറക്കമാണ് ഇവിടെ, നിരപ്പായിട്ട് നമുക്ക് തോന്നുന്നേ ഉള്ളൂ ക്യാമറയിൽ. എന്തായാലും അടിപൊളിയായിരുന്നു നിലവിലെ പൂഞ്ചിറ യാത്ര.